സിംഹരാജന്റെ ഗുഹയ്ക്ക് മുന്നിൽ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു. ആ വിരുന്നിൽ എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു. ചങ്കി കഴുത അവിടെ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നു. അവിടെ ഇരുന്ന് എല്ലാ മൃഗങ്ങളെയും നോക്കി. കുറച്ചു നേരം കഴിഞ്ഞ് സിംഹരാജാവ് ചങ്കി കഴുതയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ കുറെ നാളായി ശ്രദ്ധിക്കുന്നു. നീ ഇവിടെ ഇരിക്കുക തന്നെയാണല്ലോ. നിനക്ക് വിശക്കുന്നൊന്നുമില്ലേ? ഞാൻ നല്ല വിഭവങ്ങൾ പാചകം ചെയ്തിട്ടുണ്ട്. മഹാരാജൻ, അങ്ങ് നല്ല വിഭവങ്ങളൊക്കെ പാചകം ചെയ്തിട്ടുണ്ട്. അങ്ങ് ഈ വിഭവങ്ങൾ അങ്ങയുടെ കൈകൊണ്ട് വിളമ്പുന്നത് വളരെ നന്നായിരിക്കും. ഒരു വിളമ്പുകാരനെ വെച്ചാൽ വളരെ നന്നായിരുന്നു. നീ എന്താണ് പറഞ്ഞു വരുന്നത്? മഹാരാജൻ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കണം. പക്ഷെ ശരീരം മൊത്തം ആലസ്യമാണ്. എനിക്ക് അങ്ങോട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല. നീ പരിധി കടന്നിരിക്കുന്നു ചങ്കി. നീ എന്താണ് പറഞ്ഞു വരുന്നത്? നിന്റെ വായിൽ ഭക്ഷണം വെക്കാൻ പോലും ഞാൻ ആളെ കൂലിക്കെടുക്കേണ്ടതുണ്ടോ?